ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പൂർണ്ണമായ രൂപം ഹാജരാക്കാൻ സർക്കാരിന് നിർദ്ദേശം. റിപ്പോർട്ടിന്റെ പൂർണ്ണ രൂപം മുദ്രവച്ച കവറിൽ ഹാജരാക്കണം. സർക്കാരിന്റെ നിലപാട് ഇക്കാര്യത്തിൽ കോടതിക്ക് അറിയേണ്ടതുണ്ട് എന്ന് ജസ്റ്റിസ് മുഹമ്മദ് മുഷ്താഖ് പറഞ്ഞു. വനിതാ കമ്മീഷന്റെയും സ്വമേധയാ കക്ഷി ചേർത്തിട്ടുണ്ട്. വിവരങ്ങളുമായി ഇപ്പോൾ എബി ചേരുന്നുണ്ട്. എബി, ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പൂർണ്ണമായ രൂപം ഹാജരാക്കാനാണ് ഇപ്പോൾ കോടതി സർക്കാരിനോട് നിർദ്ദേശിച്ചിരിക്കുന്നത്. അതേസമയം തന്നെ വനിതാ കമ്മീഷനെയും സ്വമേധയാ കക്ഷി ചേർത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? ഹരിത, ഈ ഹർജി പരിഗണിക്കുന്ന ഘട്ടത്തിൽ, അതായത് ഈ ഹർജി ഇന്നലെ ഹർജി സമർപ്പിച്ചിരുന്നു. ഈ ഹർജി പരിഗണിക്കുന്ന ഘട്ടത്തിൽ നമ്മളെല്ലാവരും തന്നെ വിചാരിച്ചത് ഇന്നലെയാണ് ഈ ഹർജി സമർപ്പിക്കുന്നത്. അത് കോടതി ഇന്നിപ്പോൾ ഹർജി ഫയലിൽ സ്വീകരിച്ചിരിക്കുന്നു. എന്തായാലും ഈ ഹർജി പരിഗണിക്കുന്ന ഘട്ടത്തിൽ നമ്മൾ പ്രധാനമായി ഇന്ന് രാവിലെ തന്നെ ചോദിച്ചൊരു ചോദ്യം, ഇത് കോടതി സ്വീകരിക്കുമോ അതോ തള്ളിക്കളയുമോ എന്നുള്ളതായിരുന്നു. പക്ഷേ ഇതിനോട് അനുഭാവപൂർവമായ ഒരു നിലപാട് കോടതി സ്വീകരിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് നമുക്കിതിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ റിപ്പോർട്ടിന്റെ പൂർണ്ണരൂപം ഹാജരാക്കണമെന്ന് സർക്കാരിനോട് കോടതി നിർദ്ദേശിച്ചിരിക്കുന്നു. ഒപ്പം തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇത് പോലീസ് അന്വേഷണമാണ് ഇതിൽ ആവശ്യപ്പെട്ടിരുന്നത്. ഇതിൽ വനിതാ കമ്മീഷനെ കക്ഷി ചേർത്തുകൊണ്ടുള്ള ഒരു നിലപാട് കൂടി ഇപ്പോൾ ഹൈക്കോടതി സ്വീകരിച്ചിരിക്കുകയാണ്. സർക്കാരിന്റെ നിലപാട് ഇക്കാര്യത്തിൽ കോടതിക്ക് അറിയേണ്ടതുണ്ട് എന്ന് ജസ്റ്റിസ് മുഹമ്മദ് മുസ്താഖ് വ്യക്തമാക്കിയിരിക്കുന്നു. ഈ വനിതാ കമ്മീഷനെ കക്ഷി ചേർത്തുകൊണ്ടുള്ള ഈ ഒരു നിലപാട് സ്വീകരിച്ച കൂട്ടത്തിൽ തന്നെയാണ് ഈ റിപ്പോർട്ടിന്റെ പൂർണ്ണ രൂപം സമർപ്പിക്കണമെന്ന് അല്ലെങ്കിൽ കോടതിയിൽ ഹാജരാക്കണമെന്ന് ഈ കോടതി ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്ന സർക്കാരിനോട്. ഈ ഹർജിക്കാരനും സമാനമായ രീതിയിലുള്ള ആവശ്യം ഈ ഹർജിയിൽ ചൂണ്ടിക്കാണിച്ചിരുന്നു. കാരണം ഈ റിപ്പോർട്ട് 290-ൽ പരം പേജുകളുള്ള റിപ്പോർട്ടാണ്. അതിൽ 63 പേജുകൾ ഒഴിവാക്കിക്കൊണ്ട് 233 പേജുകളാണ് നിലവിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ആ ഒഴിവാക്കി വച്ചിരിക്കുന്ന 63 പേജുകളിൽ പ്രധാനമായും പറയുന്നത് ഇത്തരത്തിൽ ആരോപണ വിധേയരായിട്ടുള്ള ആളുകളുടെ പേരുകളാണ്. ഒപ്പം തന്നെ അതിൽ ഈ മൊഴി നൽകിയിട്ടുള്ള ആളുകളുടെ വിവരങ്ങളും അതിൽ ഉണ്ട്. അത് ഒഴിവാക്കിക്കൊണ്ടായിരുന്നു ഇത്തരത്തിൽ ആ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചിരുന്നത്. എന്നാൽ ഈ റിപ്പോർട്ടിന്റെ പൂർണ്ണ രൂപം കോടതിക്ക് സമർപ്പിക്കണമെന്നാണ് ഇപ്പോൾ കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ ഹർജി പരിഗണിക്കുന്ന ഘട്ടത്തിൽ ഹർജിക്കാരനോട് കോടതി ആദ്യം ചോദിച്ചത് താങ്കൾക്ക് ഇതിൽ എന്താണ് ഒരു താല്പര്യം, അല്ലെങ്കിൽ താങ്കൾക്ക് എന്താണ് റോൾ എന്നായിരുന്നു. എന്നാൽ അതിനുശേഷം കോടതി ഇതിൽ അനുഭാവപൂർവമായിട്ടുള്ള ഒരു നിലപാട് തന്നെ സ്വീകരിക്കുന്ന സാഹചര്യമാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിരിക്കുന്നത്. സർക്കാരിന്റെ നിലപാട് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് എന്താണ് എന്ന് കോടതി ചോദിച്ചിരിക്കുന്നു. ഈ റിപ്പോർട്ട്, പുറത്തുവിട്ട റിപ്പോർട്ടിൽ രഹസ്യാത്മക സ്വഭാവമുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടോ എന്നുള്ള ചോദ്യം കൂടി കോടതി ചോദിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ ഈ രഹസ്യാത്മക സ്വഭാവങ്ങൾ ഒന്നും തന്നെ ഇല്ല എന്നായിരുന്നു കോടതിയിൽ സർക്കാർ നിലപാട് വ്യക്തമാക്കിയത്. കാരണം 63 പേജുകളിലാണ് ഇത്തരത്തിൽ ഈ മൊഴി നൽകിയിട്ടുള്ള ആളുകളുടെ പേരുവിവരങ്ങളുള്ളത്. ആ പേരുവിവരങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് തന്നെയുള്ള റിപ്പോർട്ടാണ് 233 പേജിൽ പുറത്തു വന്നിരിക്കുന്നത്. ആ റിപ്പോർട്ടിൽ ഒരിക്കലും രഹസ്യാത്മക സ്വഭാവമുള്ള ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ഒപ്പം തന്നെ ഈ റിപ്പോർട്ടിന്റെ സ്വഭാവം, ഈ കമ്മീഷൻ സ്വഭാവം സംബന്ധിച്ചുള്ള വിശദീകരണം കൂടി കോടതിയിൽ സർക്കാർ നൽകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതിൽ സർക്കാർ വ്യക്തമാക്കിയിരിക്കുന്നത് ഇത് ഒരു ജുഡീഷ്യൽ കമ്മീഷൻ അല്ല, മറിച്ച് സർക്കാർ നിയമിച്ചിരിക്കുന്ന ഒരു കമ്മിറ്റിയാണ് ഹേമ കമ്മീഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ കാര്യങ്ങൾ നേരത്തെയും ഇത്തരത്തിലുള്ള പലതരത്തിലുള്ള വിശദീകരണങ്ങൾ സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ വ്യക്തമാക്കിയിരുന്നു. കാരണം ഇതൊരു ജുഡീഷ്യൽ കമ്മീഷൻ അല്ല, അതുകൊണ്ട് തന്നെ അതിനൊരു നിയമസാധുത ഇല്ല എന്നുള്ള തരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ പല ഘട്ടങ്ങളിൽ ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇന്ന് സർക്കാർ അവിടെ വ്യക്തമാക്കിയിരിക്കുന്നത് ഇതൊരു സർക്കാർ നിയമിച്ച കമ്മിറ്റിയാണ്, ഒരു ജുഡീഷ്യൽ കമ്മിറ്റി അല്ല എന്നുള്ളൊരു കാര്യം സർക്കാർ ഇന്ന് ഹൈക്കോടതിയിൽ വ്യക്തമാക്കിയിരിക്കുന്നു. ഒപ്പം തന്നെ ഈ റിപ്പോർട്ടിന്റെ ഈ കമ്മിറ്റിയുടെ കണ്ടെത്തലിൽ ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടോ എന്നുള്ള ഒരു ചോദ്യം കൂടി കോടതിയിൽ സർക്കാരിനോട് ഹൈക്കോടതി ചോദിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഒപ്പം തന്നെ അതിൽ എല്ലാം തന്നെ ഉള്ള കാര്യങ്ങൾ ഇത് ഒരു സീല് വെച്ച കവറിൽ നൽകണമെന്നുള്ളതാണ്. അതായത് ഈ റിപ്പോർട്ട് മുദ്ര വെച്ച കവറിൽ നൽകണമെന്നുള്ളതാണ് സർക്കാർ നൽകിയിരിക്കുന്ന നിർദ്ദേശം. എന്തായാലും സർക്കാരിന്റെ ബുദ്ധിമുട്ട് ഈ ഒരു വിഷയത്തിൽ മനസ്സിലാക്കുന്നുണ്ട് എന്ന് കോടതി വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇതിൽ നിർണായകമായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, എടുത്തു പറയേണ്ട കാര്യമെന്ന് പറയുന്നത്, ഈ ഹർജി ഫയലിൽ കോടതി സ്വീകരിച്ചിരിക്കുന്നു. ഒപ്പം തന്നെ ഈ റിപ്പോർട്ടിന്റെ പൂർണ്ണ രൂപം വേണം, അത് കോടതിയിൽ സീല് വെച്ച കവറിൽ, മുദ്ര വെച്ച കവറിൽ ഹാജരാക്കണമെന്ന് നിർദ്ദേശിച്ചിരിക്കുന്നു. ഒപ്പം തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട വനിതാ കമ്മീഷനെ കോടതി കക്ഷി ചേർക്കുകയും ചെയ്തിരിക്കുന്നു. ഹരിത. ശരി എബി, ഇടവേളയ്ക്ക് ശേഷം തിരിച്ചെത്താം.